ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. SP ഫോർട്ടിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലോട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ 16 തീയതി 7:30 നടക്കുന്ന നമ്മുടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് നമ്മുടെ മത്സരത്തിന്റെ പ്രിവ്യൂസും പ്രെഡിക്ഷൻസും ആണ്. അപ്പോൾ ഈ ഒരു മത്സരം നടക്കുന്നത് നമ്മുടെ കൊൽക്കത്തയുടെ ഹോം ഗ്രൗണ്ട് ഏഡൻ ഗാർഡൻസിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. ഇതിന്റെ മറ്റ് ഡീറ്റെയിൽസ് നോക്കുന്നതിന് മുന്നേ ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാത്തായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലാണ് ഫൈനൽ ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു മത്സരം നടക്കുന്നത് ഏഡൻ ഗാർഡനിലാണ്. കൃത്യം 16 തീയതിയാണ് കേട്ടോ മത്സരം നടക്കുന്നത് 7:30. അപ്പോൾ നമ്മുടെ രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തമ്മിലുള്ള മത്സരത്തിന്റെ പ്രിവ്യൂസും പ്രെഡിക്ഷൻസും നോക്കുന്ന സമയത്ത് ആദ്യം തന്നെ നമുക്ക് പിച്ച് റിപ്പോർട്ടാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു പിച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു കൺഫേംലി ഒരു ബാറ്റിംഗ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ് ഈ ഒരു പിച്ച്. പിന്നെ അതുപോലെ തന്നെ ഫാസ്റ്റ് ബോളേഴ്സിനും ഈ ഒരു പിച്ചിൽ നല്ലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ നമ്മുടെ കൊൽക്കത്തയുടെ ഹോം ഗ്രൗണ്ട് ആയ കൊൽക്കത്തയ്ക്ക് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ഉണ്ട്. അതുകൂടാതെ നമുക്ക് റീസെന്റ് നടന്ന ഈ ഒരു ഏഡൻ ഗാർഡൻസിൽ നടന്ന റീസെന്റ് പെർഫോമൻസിന്റെ ബേസിൽ നമുക്ക് ഒരു പിച്ച് റിപ്പോർട്ട് നമുക്കായിട്ട് തന്നെ ഒരു തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ IPL ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് റീസെന്റ് ആയിട്ട് നടന്ന റിസൾട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. സോ ഈ ഇടയ്ക്ക് നമ്മുടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വേഴ്സസ് LSG തമ്മിൽ റീസെന്റ് ആയിട്ട് ഒരു മത്സരം നടന്നിട്ടുണ്ടായിരുന്നു. ഒരു 3:30 2 ദിവസം മുന്നേ ഒരു സൺഡേയില്. അപ്പോൾ ഒരു മത്സരത്തെ പറ്റി നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ബാറ്റിംഗ് നമ്മുടെ LSG ആയിരുന്നു വിൻ ചെയ്തത്. 161 റണ്ണിന് 7 വിക്കറ്റ് നഷ്ടത്തിലായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ റൺസ് സ്കോർ ചെയ്തത് നമ്മുടെ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ ആയ KL രാഹുലും അതുപോലെ തന്നെ വൺ ഡൗൺ ആയിട്ട് ഇറങ്ങിയ നമ്മുടെ ഐഷ്പ ധോനിയും പിന്നെ മിഡിൽ ഓർഡറിലായിട്ട് വന്ന നമ്മുടെ നിക്കോളസ് പൂർണ്ണൊക്കെ ആയിരുന്നു. ഇതിൽ കൂടുതൽ വിക്കറ്റ് ടേക്കർ മിച്ചൽ സ്റ്റാർക്ക് ഫാസ്റ്റ് ബോളറാണ് 3 വിക്കറ്റ്. അതുപോലെ തന്നെ വൈഭവ് ഓര 1 വിക്കറ്റ്. അതുപോലെ തന്നെ സുനിൽ നാരായൺ 1 വിക്കറ്റ്, വരുൺ ചക്രവർത്തി 1 വിക്കറ്റ്, ആൻഡ്രെ റസൽ 1 വിക്കറ്റ്. അങ്ങനെയൊക്കെയാണ് വിക്കറ്റ് സ്കോറിംഗ് നോക്കിക്കഴിഞ്ഞാൽ. സോ അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ഇന്നിംഗ്സിൽ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ടോപ്പ് ഓർഡർ ബാറ്റിംഗ് ആയി ഇറങ്ങിയ നമ്മുടെ ഫിലിപ്പ് സാൾട്ടാണ് 89 റൺസ് എടുത്തത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മിഡിൽ ഓർഡറിലായിട്ട് വന്ന നമ്മുടെ 2 ഡൗൺ ആയിട്ട് വന്ന നമ്മുടെ ശ്രേയസ് അയ്യറും ആണ് അത്യാവശ്യം റൺസ് സ്കോർ ചെയ്തത്. ഇവിടെ വിക്കറ്റ് ടേക്കിംഗ് നോക്കിക്കഴിഞ്ഞാൽ 2 വിക്കറ്റ് മൊസൈൻ ഖാൻ ആണ് ഫാസ്റ്റ് ബോളറാണ്. സോ ടോട്ടലി നമുക്ക് പറയുകയാണെങ്കിൽ 6 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സ് 7 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സ് 2 വിക്കറ്റ് സ്പിന്നേഴ്സും ആണ് ഈ ഒരു റീസെന്റ് ആയിട്ട് ഒരു പെർഫോമൻസിൽ നമുക്ക് കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ ബാറ്റിംഗ് ഓറിയന്റഡ് ആണ്. അത്യാവശ്യം നല്ല രീതി ബാറ്റ്സ്മാൻമാർക്കാണ് റീസെന്റ് ആയിട്ട് നല്ലൊരു സപ്പോർട്ട് ഉള്ളത്. ഈ ഒരു IPL സീസണിൽ ഇതുവരെ കുറച്ച് മത്സരങ്ങൾ നടന്നിട്ടുണ്ട്. ആ ഒരു മത്സരത്തിന്റെ റെക്കോർഡ്സ് ആണ് നമ്മൾ പറയുന്നത്. 16 വിക്കറ്റ് പേസ് ബോളേഴ്സും 6 വിക്കറ്റ് സ്പിന്നേഴ്സും ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിന്റെ ആവറേജ് സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 180 റൺസ് ആണ് പെർ മാച്ച് ആവറേജ് സ്കോർ ആയിട്ട് ഈ ഒരു ഗ്രൗണ്ടിലുള്ളത്. മാക്സിമം 220 വരെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. ടോസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഈ ഒരു മാച്ചിൽ. അതായത് സെക്കൻഡ് ബാറ്റിംഗ് ആണ് കൂടുതൽ ഇവിടെ വിൻ ചെയ്യാറുള്ളത്. ഫസ്റ്റ് ബാറ്റിംഗ് ആവറേജ് സ്കോർ ആയി നോക്കിക്കഴിഞ്ഞാൽ 184 റൺസ്. അതുപോലെ തന്നെ സെക്കൻഡ് ബാറ്റിംഗ് ആവറേജ് സ്കോർ ആയി നോക്കിക്കഴിഞ്ഞാൽ 180 റൺസ് ആണ് കേട്ടോ. മാച്ചസ് ഓൺ ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്തിട്ട് ഇവിടെ വിൻ ചെയ്തത് 60%, സെക്കൻഡ് ബാറ്റിംഗ് ചെയ്ത് വിൻ ചെയ്തത് 40%. ഓക്കെ, അപ്പോ ഈ ഒരു പിച്ചിൽ ആവറേജ് സ്കോർ എന്തായാലും 165 എബോ ഉണ്ട്. അതുപോലെ തന്നെ ഫാസ്റ്റ് ബോളേഴ്സ് 514 വിക്കറ്റും സ്പിന്നേഴ്സ് 385 വിക്കറ്റ്സും ആണ് ഇവിടെ ടേക്ക് ചെയ്യുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ അതുകൂടാതെ അവിടുത്തെ താപനില എന്ന് പറയുന്നത് നമ്മുടെ കൊൽക്കത്തയിൽ 38 ഡിഗ്രി സെൽഷ്യസ് ആണ്. റെയിൻ പോസിബിലിറ്റീസ് 10% ഉണ്ട്. അതുപോലെ തന്നെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് നമ്മുടെ മത്സരത്തില് ഇൻ കേസ് നമ്മുടെ കൊൽക്കത്തയുടെ ഫസ്റ്റ് ബാറ്റിംഗ് എങ്കിൽ പവർ പ്ലേയിൽ ഒരു 40 തൊട്ട് 64 റൺസ് വരെ പോകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ആവറേജ് സ്കോർ ആയിട്ട് 167 to 180 റൺസ് വരെ പോവുക. അതുപോലെ തന്നെ നമ്മുടെ രാജസ്ഥാൻ റോയൽസ് നോക്കിക്കഴിഞ്ഞാൽ പവർ പ്ലേയിൽ ഒരു 38 to 57 റൺസ് വരെ പോകാൻ ചാൻസ് ഉണ്ട്. രാജസ്ഥാൻ റോയൽസ് ആണ് ഫസ്റ്റ് ബാറ്റിംഗ് എങ്കിൽ ആവറേജ് സ്കോർ ആയിട്ട് 160 തൊട്ട് 178 റൺസ് വരെ പോകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. KKR അതായത് നമ്മുടെ രാജസ്ഥാനിൽ അതുപോലെ തന്നെ നമ്മുടെ കൊൽക്കത്തയിൽ തമ്മിലുള്ള ഹെഡ് ടു ഹെഡ് റെക്കോർഡ് നോക്കുമ്പോൾ ഇതുവരെ 28 മത്സരങ്ങളാണ് ഇരു ടീമും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുള്ളത്. ഇതിൽ 14 മത്സരങ്ങൾ നമ്മുടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും 13 മത്സരങ്ങളിൽ രാജസ്ഥാൻ റോയൽസും ആണ് വിൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ റീസെന്റ് ഫോം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആദ്യം കളിച്ച 3 മത്സരവും പിന്നെ ഒരു പ്രാവശ്യം തോറ്റു. ബാക്കി അതായത് ടോട്ടലി 5 മത്സരം കളിച്ച 4 മത്സരം നമ്മുടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വിന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ രാജസ്ഥാൻ റോയൽസ് നോക്കുകയാണെങ്കിൽ 6 മത്സരം കളിച്ച 6 മത്സരത്തിൽ 5 മത്സരങ്ങൾ വിൻ ചെയ്തിരിക്കുകയാണ്. ഒരെണ്ണം മാത്രമാണ് ലോസ് ആയിട്ടുള്ളത്. സോ ഇരു ടീമിനും ഇപ്പോൾ ഫോം നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായും ഇരു ടീമിന് സെയിം ഫോമാണ്. അത്യാവശ്യം നല്ലൊരു സപ്പോർട്ട് ഉണ്ട് ഇരു ടീമുകൾക്കും. അതുപോലെ തന്നെ ഇനി പറയാൻ പോകുന്നത് ഞാൻ നിങ്ങൾക്ക് 2-3 കിടിലൻ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താം. ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്താൽ നിങ്ങൾക്ക്
കുബേര ഫാന്റസി ആണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ പേര്. നമ്മുടെ ഡ്രീം ഇലവനെക്കാട്ടിലും കൂടുതൽ എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ കുറവാണ് ഇവിടെ. അതുപോലെ തന്നെ ഒരുപാട് തരം വെറൈറ്റി കോൺടെസ്റ്റുകൾ ഉണ്ട്. നമുക്ക് ഈസി ആയിട്ട് വിൻ ആവാൻ പറ്റുന്ന ഒരുപാട് തരം വെറൈറ്റി കോൺടെസ്റ്റ് ഉണ്ട്. ഇവിടെ ഡ്യുവോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് കൂടാതെ തന്നെ നമുക്ക് ഇവിടെ നമ്മുടെ ഡ്രീം ഇലവനിൽ കാണുന്ന പോലെ തന്നെ ഇവിടെ ഒരുപാട് കോൺടെസ്റ്റുകൾ കാണാൻ സാധിക്കില്ല. അതായത് നമ്മുടെ ഡ്രീം ഇലവനിൽ 299 രൂപ കൊടുത്ത് ജോയിൻ ചെയ്യുന്ന ഇവിടെ വന്ന് തന്നെ വേറെ 260 രൂപയ്ക്ക് നമുക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അത് തീർച്ചയായിട്ടും ഒരു അഡ്വാൻറ്റേജ് ആണ്. അതുകൂടാതെ നമുക്ക് ഇവിടെ ഡ്യൂ ഓപ്ഷൻ ഉണ്ട്. ഈ ഡ്യൂ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ 5 പ്ലേയേഴ്സ് ഉണ്ടാവും. ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ആരാണ് അവരെ പിക്ക് ചെയ്തിട്ടാൽ മതി. ഇപ്പൊ നമ്മൾ 5 പ്ലേയേഴ്സ് ഉണ്ട്. ഫാഫ് ഡുപ്ലിസി, വിരാട് കോഹ്ലി, ക്ലാസൻ, അതുപോലെ തന്നെ പാറ്റ് കുമിൻസ്, അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ. ഇതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ആരാണെന്ന് മാത്രം നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്തിട്ടാൽ മതി. ഇപ്പൊ വിരാട് കോഹ്ലി ആണെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് നമ്മൾ ഒരാളെ പിക്ക് ചെയ്തു. ഇപ്പൊ നമ്മൾ പാറ്റ് കുമിൻസിനെ പിക്ക് ചെയ്തു. പാറ്റ് കുമിൻസ് ആണ് വിരാട് കോഹ്ലിയെക്കാട്ടിലും കൂടുതൽ പോയിന്റ് എടുത്തതെന്ന് വെച്ചാൽ ഈസി ആയിട്ട് നമുക്ക് ഇവിടെ വിന്നാൻ സാധിക്കും. സോ ഇതുവരെ നിങ്ങളെ കുബേര ഫാന്റസി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. അടിപൊളി ആപ്ലിക്കേഷൻ ആണ്. അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ ചോയ്സ് ഇലവൻ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്യണം. മറ്റൊരു കിട്ടുന്ന ആപ്ലിക്കേഷൻ ആണ്. കാരണം ഡെയിലി ഗീവ് കൊടുക്കുന്ന ഒരു ഏക ആപ്ലിക്കേഷൻ ആട്ടോ. അതുകൂടാതെ 5 ലക്ഷത്തിന്റെ മെഗാ കോൺടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലൊക്കെ എന്താ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ ലെസ് ആയിരിക്കും. ഈസി ആയിട്ട് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് വിന്നാൻ പറ്റുന്ന സംഭവമാണ് ഇതിൽ. അതായത് ഒരുപാട് തരം വെറൈറ്റി കോൺടെസ്റ്റുകൾ, എൻട്രി ഫീസ് നമ്മൾ ഡ്രീം ഇലവനൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെയധികം കുറെ എൻട്രി ഫീസ് കമ്മിയാണ്. അതുപോലെ തന്നെ നമ്മുടെ വിഷൻ ഇലവനിൽ നോക്കുന്ന സമയത്ത് ഇവിടെയും ഒരുപാട് തരം ഗീവേഴ്സ് കൊടുക്കുന്നുണ്ട്. അതായത് 50,000 രൂപ ഡെയിലി ഗീവ് കൊടുക്കുന്ന ഒരു ഏക ആപ്ലിക്കേഷൻ ആണ് നമ്മുടെ വിഷൻ ഇലവൻ. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം. നമ്മൾ 0 rupees കൊടുത്ത് ജോയിൻ ചെയ്ത് തന്നു. ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5,000 രൂപ കിട്ടുന്നു. സെക്കൻഡ് വന്നാൽ 2,000 രൂപ. അങ്ങനെ ഫ്രീ ആയിട്ട് നമ്മൾ ഒറ്റ രൂപ കൊടുക്കേണ്ട ആവശ്യമില്ല. 0 rupees ഇവിടെ ജോയിൻ ചെയ്ത് തന്ന ആദ്യത്തെ 1000 പേർക്ക് 22 രൂപ വരെ കിട്ടും. നിങ്ങൾ ഒരൊറ്റ രൂപ കൂടെ ആഡ് ചെയ്യേണ്ടതായിട്ടില്ല. സിമ്പിൾ ആയിട്ട് നിങ്ങൾ നമ്മുടെ ലിങ്ക് വഴി കയറിയാൽ നിങ്ങൾക്ക് 300 രൂപ ക്യാഷ് ബോണസും കിട്ടും. അതും വെച്ച് നിങ്ങൾക്ക് കളിക്കാൻ കുറച്ച് ക്യാഷ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഇതുവരെ സ്പോർട്ടെസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് യൂസ് ചെയ്യുക. കാരണം ഒരുപാട് തരം വെറൈറ്റി കോൺടെസ്റ്റുകൾ ഉണ്ട്. 1 രൂപയ്ക്ക് കോൺടെസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഏക ആപ്ലിക്കേഷൻ ആയിട്ട് നമ്മുടെ സ്പോർട്ടെസി. അതുപോലെ തന്നെ ബാറ്റ് ബോൾ, ഇതിന്റെ എല്ലാം ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരെ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ പ്ലേയേഴ്സ്, അതായത് ഇന്ന് കളിക്കാൻ പോകുന്ന 11 പ്ലേയേഴ്സിനെ പറ്റി നോക്കുന്ന സമയത്ത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലാണെങ്കിൽ ഫിലിപ്പ് സാൾട്ട്, അതുപോലെ തന്നെ സുനിൽ നാരായൺ, വെങ്കിടേഷ് അയ്യർ, ശ്രേയസ് അയ്യർ, അതുപോലെ തന്നെ രഘുവാസി, ആൻഡ്രേ റസൽ, രമദീപ് സിംഗ്, മിച്ചൽ സ്റ്റാർക്ക്, ഹർഷിത് റാണ, വൈഭവ് വോര, വരുൺ ചക്രവർത്തി, ഇത്രയും പേരാണ് നമ്മുടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലുള്ളത്. ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത് നമ്മുടെ റിങ്കു സിംഗ് ആണ്. വൈഭവ് വോരയ്ക്ക് പകരം നമ്മുടെ റിങ്കു സിംഗ് ആണ് വരാൻ പോസിബിലിറ്റീസ് ഉള്ളത്. അതുപോലെ തന്നെ നമ്മൾ രാജസ്ഥാൻ റോയൽസിലോട്ട് നോക്കിയാൽ ജോസ് ബട്ട്ലർ, സഞ്ജു സാംസൺ, റിയാൻ പരാഗ്, ധ്രുവ് ജുവൽ, ഷിരോൺ ഹെറ്റ്മേ, റോമൻ പവൽ, അതുപോലെ തന്നെ നമ്മുടെ കേശവ് മഹാരാജ്, ട്രെന്റ് ബോൾട്ട്, ആവേശ് ഖാൻ, കുൽദീപ് സെൻ, യുവരേന്ദ്ര ചഹാൽ, ഇത്രയും പേരാണ് നമ്മുടെ രാജസ്ഥാൻ റോയൽസിലുള്ളത്. ഇതിൽ ജയ്സ്വാളിന്റെ സ്ഥാനത്തോട്ട് നമ്മുടെ ചഹാൽ വരാൻ ചാൻസ് ഉണ്ട് ഇമ്പാക്ട് പ്ലെയർ ആയിട്ട്. ചഹാലിന്റെ സ്ഥാനത്തോട്ട് നമ്മൾ ജയ്സ്വാൾ വരാൻ ചാൻസ് ഉണ്ട് ഇമ്പാക്ട് പ്ലെയർ ആയിട്ട്. സോ ഇന്നത്തെ മത്സരത്തിൽ മസ്റ്റ് ആയിട്ട് 2 പേരെ പിക്ക് ചെയ്യുന്ന ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റസലും സഞ്ജു സാംസണുമാണ് ഇന്നത്തെ മത്സരത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ പിക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഒരു 4 കീ പ്ലേയേഴ്സിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സുനിൽ നാരായൺ, ആൻഡ്രേ റസൽ, സഞ്ജു സാംസൺ, യുവേന്ദ്ര ചഹാൽ, ഇത്രയും പേരാണ് നല്ല ടോപ്പ് ഫോമിലും അതുപോലെ തന്നെ ഈ ഒരു പിച്ചിന് നല്ല റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ ഉള്ളൂ. സോ ഇവരെ മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് തമ്മിലുള്ള മത്സരത്തിൽ ഈ ഏറ്റവും കൂടുതൽ ഡ്രീം ടീം പോയിന്റ്സ് നേടിയതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മോസ്റ്റ് റൺസസ് എടുത്തുള്ള ആൾക്കാരൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ പറയാൻ പോകുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഫിലിപ്പ് സാൾട്ടാണ്. 5 മത്സരം കളിച്ച് 191 റൺസാണ് അദ്ദേഹം എടുത്തത്. സുനിൽ നാരായൺ 5 മത്സരം കളിച്ച് 167 റൺസും വെങ്കിടേഷ് അയ്യർ 5 മത്സരം കളിച്ച് 65 റൺസുമാണ്. ഒരു മാച്ചിന്റെ റെക്കോർഡ്സ് ഇതിലില്ല കേട്ടോ. അതുപോലെ തന്നെ ശ്രേയസ് 5 മത്സരം കളിച്ച് 129 റൺസും, അതുപോലെ തന്നെ രഘുവൻസി 3 മത്സരം കളിച്ച് 85 റൺസും, ആൻഡ്രേ റസൽ 5 മത്സരം കളിച്ച് 115 റൺസും 6 വിക്കറ്റ് നേടിയിട്ടുണ്ട്. രമദീപ് സിംഗ് 5 മത്സരം കളിച്ച് 50 റൺസും നേടിയിട്ടുണ്ട്. മിച്ചൽ സ്റ്റാർക്ക് 5 മത്സരം കളിച്ച് 7 റൺസും 5 വിക്കറ്റും അദ്ദേഹം നേടിയിട്ടുണ്ട്. ഹർഷിത് റാണ 4 മത്സരം കളിച്ച് 5 വിക്കറ്റാണ് നേടിയിട്ടുള്ളത്. വൈഭവ് വോര 3 മത്സരം കളിച്ച് 6 വിക്കറ്റും, വരുൺ ചക്രവർത്തി 5 മത്സരം കളിച്ച് 5 വിക്കറ്റുമാണ് കേട്ടോ നേടിയിട്ടുള്ളത്. രാജസ്ഥാൻ റോയൽസിലോട്ട് നോക്കുന്ന സമയത്ത് സഞ്ജു സാംസൺ 6 മത്സരം കളിച്ച് 264 പോയിന്റും ഡ്രീം ടീമിന് വേണ്ടി 423 പോയിന്റ്സ് നേടിക്കൊടുത്തിട്ടുണ്ട്. കുറച്ച് റൺസ് എടുത്തുണ്ടെങ്കിലും നല്ല രീതിയിൽ ഡ്രീം ടീം പോയിന്റ്സ് കയറുന്നുണ്ട്. ബിക്കോസ് വിക്കറ്റ് കീപ്പിംഗോട് ചെയ്യുന്നതുകൊണ്ട് നല്ലൊരു ഡ്യുവൽ അഡ്വാൻറ്റേജ് ആണ് അദ്ദേഹത്തിന്. റിയാൻ പരാഗ് 6 മത്സരം കളിച്ച് 284 റൺസ് എടുത്തിട്ടുണ്ട്. ധ്രുവ് ജുവൽ 6 മത്സരം കളിച്ച് 48 റൺസും, ഷിരോൺ ഹെറ്റ്മേർ 6 മത്സരം കളിച്ച് 70 റൺസും, അതുപോലെ തന്നെ റോമൻ പവൽ 1 മത്സരം കളിച്ച് 11 റൺസും, തനിഷ് കോട്ടൈൻ 1 മത്സരം കളിച്ച് 24 റൺസും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കേശവ് മഹാരാജ് 2 മത്സരം കളിച്ച് 2 വിക്കറ്റും, ട്രെന്റ് ബോൾട്ട് 6 മത്സരം കളിച്ച് 6 വിക്കറ്റാണ് നേടിയിട്ടുള്ളത്. ആവേശ് ഖാൻ 6 മത്സരം കളിച്ച് 5 വിക്കറ്റും, കുൽദീപ് സെൻ 2 മത്സരം കളിച്ച് 4 വിക്കറ്റും, അതുപോലെ തന്നെ ചഹാൽ 6 മത്സരം കളിച്ച് 11 വിക്കറ്റ്സുമാണ് നേടിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ അതായത് ഈ കൊൽക്കത്തയും രാജസ്ഥാനും ടീം എടുത്തതിന് ഏറ്റവും കൂടുതൽ റൺസ് സ്കോറേഴ്സ്, മോസ്റ്റ് വിക്കറ്റ് ടേക്കേഴ്സ് ഒക്കെ ആയിട്ടുള്ള പ്ലേയേഴ്സിനെയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. സോ അവരൊന്ന് തീർച്ചയായിട്ടും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ആദ്യം തന്നെ ഫിലിപ്പ് സാൾട്ടാണ് 191 റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സുനിൽ നാരായൺ 167 റൺസും, ശ്രേയസ് അയ്യർ 129 റൺസുമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ നിന്നുള്ള ടോപ്പ് റൺ സ്കോറേഴ്സിൽ.
അതുപോലെ തന്നെ നമ്മുടെ രാജസ്ഥാൻ റോയൽസിൽ നോക്കിയാൽ റിയാൻ പാരാഗ് 284 റൺസും അതുപോലെ തന്നെ സഞ്ജു സാംസൺ 264 റൺസും ജോസ് ബട്ട്ലർ 143 റൺസുമാണ് രാജസ്ഥാൻ റോയൽസിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിക്കറ്റ് ടേക്കേഴ്സ് റൺ സ്കോറേഴ്സ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ വിക്കറ്റ് ടേക്കേഴ്സ് നോക്കിയാൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണെങ്കിൽ റസൽ 6 വിക്കറ്റ്, വൈഭവ് ഓവർ 6 വിക്കറ്റ്, മിച്ചൽ സ്റ്റാർക്ക് 5 വിക്കറ്റ് ആണ് നേടിക്കൊടുത്തിട്ടുള്ളത്. രാജസ്ഥാൻ റോയൽസിൽ യുവനേന്ദ്ര ചഹൽ 11 വിക്കറ്റ്, ട്രെന്റ് ബോൾട്ട് 6 വിക്കറ്റ്, ബർഗർ 6 വിക്കറ്റ്സുമാണ് നേടിക്കൊടുത്തുള്ളത്. KKR വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് തമ്മിലുള്ള കൂടുതൽ ഫാന്റസി പോയിന്റ്സ് എടുക്കാൻ ചാൻസ് ഉള്ളതും ഫാന്റസി പോയിന്റ്സിൽ ഇപ്പോൾ ഏറ്റവും ടോപ്പ് നിൽക്കുന്ന ആൾക്കാരെ വെച്ച് നോക്കുകയാണെങ്കിൽ സുനിൽ നാരായണാണ്. അധികം നല്ല പോയിന്റ്സ് ഏറ്റവും കൂടുതലുള്ള സുനിൽ നാരായണാണ്. അതുപോലെ റസൽ പിന്നെ ഫിലിപ്പ് സാൾട്ട്, ഇവർ 3 പേർക്കാണ് കൂടുതൽ പോയിന്റ്സ് ഉള്ളത്. ഫിലിപ്പ് സാൾട്ട് വിക്കറ്റ് കീപ്പിംഗ് കൂടെ ചെയ്യുന്നതുകൊണ്ട് ഒരാളെ ഡ്യുവൽ അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. അതുപോലെ തന്നെ രാജസ്ഥാൻ റോയൽസിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ സഞ്ജു സാംസൺ, റിയാൻ പരാഗ്, യുവനേന്ദ്ര ചഹൽ ഇവരാണ് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് നേടിയിട്ടുള്ളത് ഡ്രീം ടീമിന് വേണ്ടി. അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ കീ പ്ലെയേഴ്സ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ സുനിൽ നാരായൺ, ശ്രേയസ് അയ്യർ, ആന്ധ്ര റസൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ നിന്നാണെങ്കിൽ, രാജസ്ഥാൻ റോയൽസിൽ നിന്നാണെങ്കിൽ സഞ്ജു സാംസൺ, റിയാൻ പരാഗ്, റോമൻ പൗൽ ഇവരൊക്കെ നമ്മുടെ കീ പ്ലെയേഴ്സ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ക്യാപ്റ്റൻ VC ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലാണെങ്കിൽ സേഫ് ആയിട്ട് നമുക്ക് സേഫ് റിസ്ക് ഒക്കെ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് സുനിൽ നാരായൺ, ശ്രേയസ് അയ്യർ, റിങ്കു സിംഗ് ഇവരെയൊക്കെ നിങ്ങൾക്ക് ക്യാപ്റ്റനും VC ഒക്കെ ആയിട്ട് ട്രൈ ചെയ്യാം. രാജസ്ഥാൻ റോയൽസ് ആണെങ്കിൽ സഞ്ജു സാംസൺ, റിയാൻ പരാഗ്, അതുപോലെ തന്നെ നമ്മുടെ റോമൻ പൗൽ ഇവരെയൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് തമ്മിലുള്ള മത്സരത്തിൽ ഇന്നത്തെ കുറച്ച് ടിപ്സാണ് പറയാൻ പോകുന്നത്. അപ്പോൾ രണ്ട് ടീം നല്ല ടീമുകളാണ്. കൊൽക്കത്ത ഈസ് ഗോയിങ് മോർ ദാൻ ഓക്കെ, കൊൽക്കത്തയ്ക്ക് മോസ്റ്റ് സപ്പോർട്ടിനായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. കാരണം രണ്ട് ടീം ഈക്വൽ സ്ട്രോങ് ഒക്കെയാണ്. പക്ഷേ കൊൽക്കത്തയ്ക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ സപ്പോർട്ടായിട്ട് ഒരു ടീം ക്രിയേറ്റ് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും തോന്നി. അതുപോലെ തന്നെ 6 പ്ലെയേഴ്സ് കൊൽക്കത്തയിൽ നിന്നും 5 പ്ലെയേഴ്സ് രാജസ്ഥാൻ റോയൽസിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇൻ KKR വേഴ്സസ് സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പറായിട്ട് ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫിലിപ്പ് സാൾട്ടിനെ തീർച്ചയായിട്ടും വിക്കറ്റ് കീപ്പറായി ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ സുനിൽ നാരായണ് ക്യാപ്റ്റൻ ആൻഡ് ശ്രേയസ് അയ്യർ വൈസ് ക്യാപ്റ്റനൊക്കെ ആക്കിയിട്ട് ഒരു ഡ്രീം ടീം കൂടെ ട്രൈ ചെയ്യാൻ നോക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു പ്രിവ്യൂ ടീമിലോട്ട് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ജസ്റ്റ് ഡ്രീം 11 ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ മാച്ച് എടുക്കാം. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വേഴ്സസ് രാജസ്ഥാൻ റോയൽസ്. ഇപ്പോൾ രണ്ട് ടീമും നല്ല സ്ട്രോങ് ആണ് ഇപ്പോൾ നിലവിലത്തെ കണ്ടീഷൻ നോക്കുമ്പോൾ. അപ്പോൾ സഞ്ജു സാംസൺ അതുപോലെ തന്നെ ഫിലിപ്പ് സാൾട്ട് രണ്ടാളും തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ യുവനേന്ദ്ര ചഹാൽ, അതുപോലെ മിച്ചൽ സ്റ്റാർക്ക്, ട്രെന്റ് ബോൾട്ട് നല്ല ഓപ്ഷനാണ്. അതുപോലെ തന്നെ സുനിൽ നാരായൺ, റിയാൻ പരാഗ്, ആന്ധ്ര റസൽ 3 ആളും ഇൻക്ലൂഡ് ചെയ്യുക. ശ്രേയസ് അയ്യർ, ജയ്സ്വാൾ റീസെന്റ് മത്സരം സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്നു, പക്ഷേ അത്യാവശ്യം നല്ല പെർഫോമൻസ് ആയിരുന്നു. ക്യാപ്റ്റൻസി നമുക്ക് സുനിൽ നാരായണനെ തന്നെ കൊടുക്കാം. വൈസ് ക്യാപ്റ്റൻസി ഞാൻ സഞ്ജു സാംസനെ കൊടുക്കുന്നത്. സഞ്ജു സാംസൺ ഈസ് എ ബെറ്റർ ഓപ്ഷനാണ് വൈസ് ക്യാപ്റ്റൻ കൊടുക്കുക. അപ്പോൾ നമ്മുടെ പ്രിവ്യൂ ടീം നോക്കാം. സഞ്ജു സാംസൺ, ഫിലിപ്പ് സാൾട്ട്, ശ്രേയസ് അയ്യർ, റിങ്കു സിംഗ്, ജയ്സ്വാൾ, സുനിൽ നാരായൺ, ആൻഡ്രെ റസൽ, റിയാൻ പരാഗ്, മിച്ചൽ സ്റ്റാർക്ക്, യുവനേന്ദ്ര ചഹാൽ, ട്രെന്റ് ബോൾട്ട് ഇത്രയും പേരാണ് നമ്മുടെ പ്രിവ്യൂ ടീമിൽ. ജസ്റ്റ് ഒരു പ്രിവ്യൂ വീഡിയോ മാത്രമാണ്. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുക. ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതിന് എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രണ്ട്സ്.